ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ നൂഡിൽസാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് സോയാ സോസ്, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സാക്കി വെച്ച ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഉപ്പ് നോക്കിയിട്ടാൽ മതി കേട്ടോ, സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഇനി നമ്മളിത് ഇതുപോലത്തുള്ള നൂഡിൽസാണ് വാങ്ങിയിട്ടുള്ളത്. അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ നൂഡിൽസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ഊറ്റി വയ്ക്കാം. അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് നന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് ഒന്നും പച്ചക്കറി അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ പച്ചക്കറിയൊക്കെ ഒന്നപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് സോസൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഇതിലോട്ട് കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് കട്ടായി പോയിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് കൂടെ ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഈ നൂഡിൽസുമായിട്ട് നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്.